ചങ്ങായിമാരെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന കേട്ടാ, നമ്മളെ സംഘീയ നേതാക്കന്മാരിലെ എല്ലാ നേതാക്കന്മാർക്കും ഇത് തന്നെയാണോ പണിയുന്നത്? ഇന്നിതാ സ്വന്തം ഭാര്യനെ ക്രൂരമായി ആക്രമിച്ചതിന് തൃശൂർ ജില്ലാ പ്രസിഡന്റല്ലേ ബിജെപിന്റെ, മൂപ്പർക്കെതിരെ പോലീസ് കേസെടുത്തിട്ട്. അതും എന്തിനാണ് ഭാര്യനെ ക്രൂരമായി ആക്രമിച്ചെന്നറിയാം? ഈ ചങ്ങായിന്റെ അവിഹിതം ഉണ്ടല്ല, അവിഹിതം ചോദ്യം ചെയ്തതിനാണ് ആ പാവം ഭാര്യനെ ഈ ചങ്ങായി ക്രൂരമായി മർദ്ദിച്ചത്. എന്നിട്ട് സ്വന്തം ഭാര്യനെ മർദ്ദിച്ചതിന് ഈ ചങ്ങായി പറഞ്ഞ ന്യായം എന്നറിയാം, ഭാര്യ ഉണ്ടല്ല താമസിച്ചാവലും വീട്ടിൽ പോയ, അതുകൊണ്ടാണ് ഭാര്യനെ മർദ്ദിച്ചതെന്ന്. അതായത് സ്വന്തം അവിഹിതം കണ്ടുപിടിച്ച് ചോദ്യം ചെയ്ത ഭാര്യന്റെ പേരിൽ അവിഹിതം ഉണ്ടാക്കിയിട്ട് മർദ്ദിക്കുകയാണ് ഈ വേട്ടാവളിയും ചെയ്തത്. അങ്ങനെ ചെയ്ത ബിജെപിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായ ആ മഹാന്റെ പേരെന്താണെന്നറിയാം? ശ്രീകുമാർ എന്നല്ല അവനെ വിളിക്കേണ്ടത്, ശ്രീകുമാർ എന്നാണ് അവനെ വിളിക്കേണ്ടത്. 2 ദിവസം മുന്നേ വേറൊരു ബിജെപിയുടെ നേതാവിനെതിരെ കേസുണ്ടായിരുന്നു. ആ ചങ്ങായിട്ടില്ല, ആകാശത്തേക്ക് വെടിവെച്ചിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനി ഈ വേട്ടാവളിനെ പോയി അറസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴല്ല, പോലീസിന് ഏത് ഭാഗത്തേക്കായിരിക്കും വെടിവെക്കേണ്ടി വരിക? സത്യം പറഞ്ഞാലുണ്ടല്ല, ഉത്തരേന്ത്യൻ മോഡലുണ്ടല്ല ബിജെപി കേരളത്തിലും കൊണ്ടുവന്ന്. അതായത് ബിജെപിന്റെ എല്ലാ നേതാക്കന്മാരുടെ ഏറെക്കുറെ നല്ല ക്രിമിനൽസ് ആണ്, 1.5 ക്രിമിനൽസ്. എന്തിന് കണ്ണ് കൊള്ളാതിരിക്കാൻ, കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി പോലും ഒരു നല്ലത് ഇവരെ കൂട്ടത്തിലില്ല. ഏതായാലും നമുക്ക് ആ മനോഹരമായ വാർത്ത കേട്ടിട്ട് വരാം. ബിജെപിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉണ്ടല്ല, സ്വന്തം ഭാര്യനെ ആക്രമിച്ചെന്നുള്ള ആ മനോഹരമായ വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചതിൽ ബിജെപി ജില്ലാ പ്രസിഡന്റിനെതിരെ കേസ്. തൃശൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെതിരെയാണ് വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി മതിലകം പോലീസ് കേസെടുത്തത്. തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നുമുള്ള ഭാര്യയുടെ പരാതിയിലാണ് നടപടി. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന മർദ്ദനത്തിന് പിന്നാലെ ശ്രീകുമാറിന്റെ ഭാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. നടരാജ് പരശുരാം കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. നടരാജ്, ഇതെന്താണ് സംഭവം? വീട്ടിലേക്ക് വൈകി എത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ബിജെപിയുടെ സൌത്ത് ജില്ലാ പ്രസിഡന്റായ AR ശ്രീകുമാർ തന്നെ മർദ്ദിച്ചത് എന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത്. ഇവർ കഴിഞ്ഞ ദിവസം മർദ്ദനത്തിൽ പരിക്കേറ്റതിന് ശേഷം കൊടുങ്ങല്ലൂരിലെ താലൂക്ക് ആശുപത്രിയിലൊക്കെ തന്നെ ചികിത്സ തേടിയിരുന്നു. അപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്നും ഇത്തരത്തിൽ മർദ്ദനം എത്തിയ യുവതി എത്തിയ വിവരമൊക്കെ തന്നെ പോലീസ് നൽകിയതാണ്. പോലീസിന് കിട്ടിയതാണ്. തുടർന്ന് പോലീസിൽ ഇവർ പരാതി നൽകുകയും ശ്രീകുമാർ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ഇതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകുകയും ചെയ്തു. ഈ പരാതി പരിശോധിച്ച് മൊഴിയെടുത്ത ശേഷമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് മതിലകം പോലീസ് കേസെടുത്തിരിക്കുന്നത്. തന്നെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമാണ് ഭാര്യയുടെ പരാതിയിലുള്ളത്. ചൊവ്വാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പും പലപ്പോഴും ഇദ്ദേഹം ഭാര്യയെ മർദ്ദിച്ചിട്ടുള്ളതായി അയൽവാസികളും മറ്റൊക്കെ തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും യുവതിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോയത്. ബിജെപിയുടെ സൌത്ത് ജില്ലാ പ്രസിഡന്റാണ് ഇദ്ദേഹം. അടിപൊളി. ബിജെപിന്റെ നേതാവാക്കാനുള്ള എല്ലാ യോഗ്യത ഉണ്ടല്ല ഈ ചങ്ങായിക്കുണ്ട്. കാരണം ബിജെപിന്റെ നേതാവാക്കാൻ വേണ്ടി കുറഞ്ഞതൊരു വധശ്രമമോ അല്ലെങ്കിൽ ഒരു പീഡന കേസിലെ പ്രതിയോ എന്തായാലും ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോഴല്ല ബിജെപിന്റെ നേതാവാക്കാൻ എന്തുകൊണ്ടും നമ്മൾ ഈ ശ്രീകുമാറിനുള്ള നല്ലൊരു യോഗ്യനാണ്. ഇത്രയൊക്കെ സംഭവിച്ചത് നിങ്ങൾ വേറൊരു കാര്യം അറിയാം. നമ്മളെ സംഘികളുണ്ടല്ല, ഇയാൾ ആരാധിക്കുന്ന സംഘികൾ എന്നാ പറഞ്ഞറിയാം. നമ്മുടെ ശ്രീകുമാരേട്ടൻ അത്രക്കാരനല്ല എന്ന്. ഈ മൊണ്ണ ചാണക സംഘികളോട് ആരെങ്കിലും പോയി പറഞ്ഞു കൊടുത്ത് ഇയാൾക്കെതിരെ കേസ് കൊടുത്തത് ഏതെങ്കിലും CPM കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ അല്ല, ഇയാളുടെ സ്വന്തം ഭാര്യ ഉണ്ടല്ല, സ്വന്തം ഭാര്യ തന്നെയാണ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തതെന്ന് ആ സംഘി ചാണകങ്ങളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്തായാലും അയാളുടെ ഭാര്യ തന്നെ അയാളുടെ അവിധത്തെ കുറിച്ചും അത് ചോദിച്ചപ്പം ആ പാപത്തിന് എത്രമാത്രം കുറമായിട്ടാണ് മർദ്ദിച്ചതെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടാലോ? അത് കേൾക്കുമ്പം ആ പാവം ഭാര്യ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ. എത്രമാത്രം പേടിച്ചിട്ട് എത്രമാത്രം ഭയന്നിട്ടാണ് പാവം സംസാരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. മറ്റ് പൈസയുടെ പ്രശ്നങ്ങളൊന്നുമല്ല, ഞങ്ങൾ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളാണ്. അത് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ കൂടുതൽ ഇഷ്യൂസൊക്കെ ആയിട്ട് വരുന്നത്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. കഴിഞ്ഞ 9-ാം തീയതി രാത്രി 7:30 ഞാൻ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകേണ്ടായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ആലയിലുള്ള വീട്ടിലേക്ക് പോകേണ്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വരാൻ നേരം വൈകിയെന്നുള്ള തുടർന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. മർദ്ദനം ഉണ്ടായി. എൻ്റെ മുഖത്തും തലയ്ക്കൊക്കെ മർദ്ദനം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് ഞാൻ ചെന്നപ്പോൾ ചോദ്യം ചെയ്യണ്ടായി. ഞാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യം ചോദിച്ച്, അങ്ങനെ ചോദിക്കല്ല, പെട്ടെന്നൊരു ആക്രമണമാണ് ഉണ്ടായത്. അപ്പം എന്നെ ഉപദ്രവിക്കണ്ടായിരുന്നു. മുഖത്തടിച്ച് മുടി പിടിച്ച് വലിച്ച് മർദ്ദിച്ച് ഭിത്തിയിലടിക്കാൻ ശ്രമിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് 108 വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ആംബുലൻസ് വിളിച്ച് ഞാൻ എൻ്റെ ചെറിയ മോനെയും കൊണ്ടാണ് പോയത്. എനിക്കിപ്പം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മീഡിയയുടെ മുന്നിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളല്ല. ഇതുവരെ അങ്ങനെ ഒരു സംഭവങ്ങളും പരാതികളോ ഒന്നും ഇല്ലാത്തൊരാളാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ വീട്ടിൽ നടന്നൊരു സംഭവത്തിൽ ഞാനും എൻ്റെ കുട്ടികളും ഹസ്ബൻഡും മാത്രമേ ആ വീട്ടിലുണ്ടായിട്ടുള്ളൂ.
എൻ്റെ ഹസ്ബൻഡ് പ്രൈവസി സൂക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് ആൾ ഈ വക കാര്യങ്ങളൊന്നും പുറത്ത് പറയുന്ന എനിക്ക് തോന്നുന്നില്ല. FIR പോയതിനെ തുടർന്നാണ് മീഡിയയിലെല്ലാവരും അവിടെ നിന്ന് ലീക്കാനെ തുടർന്നാണ് മീഡിയയിൽ നമ്മൾ ന്യൂസ് വന്നിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് ഞാൻ എൻ്റെ കുട്ടികളും ഹസ്ബൻഡ് അല്ലാണ്ട് വേറെ ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ ഒരു പാർട്ടി മീറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എന്തുകൊണ്ട് ആൾക്കാരിങ്ങനെ അത് ആളത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇടുന്നു എന്ന് അതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. നേരത്തെ ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഇങ്ങനെ ഉപദ്രവം അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപദ്രവമുള്ള ഒരാളാണോ? എന്താ ഇതുപോലെയുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഉപദ്രവിക്കാറുള്ള പതിവൊക്കെ ഉണ്ട് ആൾക്ക്. നേരത്തെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല? ഇല്ലില്ല, പരാതി കൊടുത്തിട്ടില്ല. പക്ഷേ പലതവണ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയും പിന്നെ കുട്ടികളുടെ ഭാവിയൊക്കെ പുറത്ത് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിപരമായിട്ട് എനിക്കിത് എടുക്കണമെന്ന് തീരെ താല്പര്യമില്ല. പാർട്ടി പ്രവർത്തകരാണ് ഇന്നലെ മുതൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇങ്ങനെ നമ്മളെ ഹരാസ് ചെയ്യുന്നത്. നമ്മളിത് കള്ളക്കളയാണെന്നുള്ളൊരു നിലയ്ക്കൊക്കെ അതിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ശ്രദ്ധിക്കാനിടയുണ്ടായി. ഞാൻ വായിക്കാം. കൊടുങ്ങല്ലൂർ ശ്രീകുമാറിനെ ഞങ്ങൾക്കറിയാം, പ്രവർത്തകരുടെ ഒപ്പം നിൽക്കുന്ന നേതാവാണ്. ശരിയാണ്, 100% ഉറപ്പ് തന്നെയാണ്. കൊടുങ്ങല്ലൂർ ശ്രീകുമാറിനെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഞങ്ങളുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ, എൻ്റെ തീരുമാനം ആണ് വലുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ പാർട്ടി പ്രവർത്തകർ എന്തർത്ഥത്തിലാണ് നമ്മളിത് അവർ നമ്മളെ വീട്ടിലുണ്ടായിട്ടില്ല ആ സമയത്ത് ഈ പോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടില്ല, ആളത് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് എന്താണ് ഉറപ്പ്? നമ്മൾ പബ്ലിക്കിൽ വന്ന് ഞാനിതിപ്പോൾ പറയേണ്ട അത് അവർ ഈ പ്രവർത്തകർ പബ്ലിക്കാക്കിക്കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. കണ്ടല്ല ആ പാവം എത്രമാത്രം ഭയന്നിട്ടാണ് ഇത്രയും കാര്യം കൊണ്ടല്ല മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം അമ്മാതിരി അക്രമമാണ് സംഖ്യയിലുള്ള ഈ പാവം ഭാര്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത്. അത്രയും ബോധവുമില്ലാത്ത ചാണക സംഖ്യയോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ചാണക സംഖ്യയിലെ ഈ പാവം ഉണ്ടല്ല, അയാളുടെ ഭാര്യയാണ്, നിങ്ങളുടെ നേതാവിന്റെ ഭാര്യയാണ്. അയാൾ ഈ ഭാര്യയെ ആക്രമിച്ചില്ല എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ അവരുടെ കിടപ്പുമുറിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ചാണക സംഖ്യയിലെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ ഭാര്യക്ക് മാത്രമല്ല ആ ചങ്ങായി കാണിക്കുന്ന അവീതത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലാതെ അയാളുടെ പെട്ടി തൂക്കി നടക്കുന്ന റാൻമൂളികളായ ചാണകസംഖ്യകളെ നിങ്ങൾക്ക് എങ്ങനെയാണ് അയാളുടെ അവീതത്തെ കുറിച്ച് മനസ്സിലാവുക? എന്നിട്ട് ആ അവീതം ചോദ്യം ചെയ്ത ഭാര്യനെ ക്രൂരമായി മർദ്ദിച്ച ആ സ്ത്രീ കുമാറിന് വേണ്ടി ചാണകസംഖ്യകൾ നാണുമാനും ഉളുപ്പില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മെഴുകുന്നു. പിന്നെ ഈ സ്ത്രീ കുമാറിന് ജില്ലാ പ്രസിഡന്റിന്റെ ഒരു പഴയ കഥയുണ്ട്. നമ്മളെ സുരേന്ദ്രന്റെ സുരേന്ദ്രന്റെ കുഴൽപ്പണമില്ലേ, ആ കുഴപ്പണ കേസിലെ ഒരു പ്രതിയാണ് ഈ ചങ്ങായിയും. അതായത് സുരേന്ദ്രന്റെ പുറത്തില്ല, അന്ന് കുഴപ്പണം തട്ടിയെടുക്കാൻ വേണ്ടി ഈ ചങ്ങായി കൂട്ടി വന്നിട്ടുണ്ട്. അപ്പൊ എത്ര നല്ല ക്ലീൻ ഇമേജ് ഉള്ള ക്രിമിനലാണ് ഈ ചങ്ങായിന്ന്, ഈ സ്ത്രീ കുമാറിന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായല്ലോ. എന്തൊക്കെ ആയാലും ഇതുപോലുള്ള ക്രിമിനൽസ് ഉണ്ടല്ല എത്രയും പെട്ടെന്ന് അഴിക്കുള്ളിലാകട്ടെ. ആ പാവപ്പെട്ട സ്ത്രീക്കുണ്ടല്ല, അയാളുടെ ഭാര്യക്കുണ്ടല്ല, ഈ നാട്ടിലുണ്ടല്ല പേടി കൂടാതെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ സ്ത്രീ കുമാറിന്റെ ആരാധകരായ ബോധവുമില്ലാത്ത ചാണക സംഖ്യക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.